Good afternoon, ma'am. 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 ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്യുന്നുണ്ടോ? Chayan, ma'am. Dear God, bless our teacher and friends. Help us to learn with concentration and respect. Guide us throughout this class. Amen. കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. 5 പേരോടാണോ പറഞ്ഞത്? ഞാൻ ആ ബുക്ക് കൊണ്ടുവന്നില്ല, എഴുതി വെച്ച ബുക്ക് വീട്ടിൽ മറന്നു വെച്ചു. 5 പേരാണോ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ അല്ലേ? 6 പേരുടെ മാം. 6 പേരോടായിരുന്നേ. 6 പേര്. റസ്മിനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. എഴുതിയിട്ടുണ്ടോ? മറന്നുപോയി, ഡയറി എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്കും ഇത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നാണ്, അത് കൊണ്ടുവന്നില്ല. ഇത് മോന് USSന്റെ എക്സാം ഉണ്ട്, അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരുന്നു. ഇനി 3:30 ആയാലും ടെൻഷൻ ഫ്രീ ആവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് പേര് പറയാമോ രസ്മിന? ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ വനജ. മനസ്സിൽ ഇന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് ബ്രീഫ് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡ് മാസ്റ്ററിലേക്ക് പോവാം. പിന്നെ അടുത്ത ടോപ്പിക് ഏതായിരുന്നു? അടുത്ത ടോപ്പിക്ക് ഞാനിത് ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർ റസ്മിനയാണ്. ടീച്ചർ ആര്യ വി. ആര്യ യെസ് മാം. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ടീച്ചിങ് മെത്തേഡ് ബിനിഷ. ബിനിഷ കേറിയിട്ടില്ല, ജോയിൻ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ജോയിൻ ആയിട്ടില്ല. എ ഗുഡ് സ്കൂൾ എൻവയോൺമെന്റ് സിൻസി. റെഡിയാണ് മാം. Co-curricular activities Anisha. Co-curricular activities Anisha. സനിഷ. സെൽഫ് ഗവൺമെന്റ് ഇൻ സ്കൂൾ ഹസീന. ഇത്രയും തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസിപ്ലിൻ സ്കൂള് നമ്മുടെ അസീന പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? അത് ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായിട്ട്. ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് പെൻ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ റസ്മിന. Okay. First of all, good afternoon, friends, and good afternoon, ma'am. First of all, thank you for giving this opportunity to take this seminar of the topic importance of the discipline and role of the headmaster in this discipline. The importance of discipline. The discipline is the foundation of a well-organized and successful life. It helps individuals
follow rules, respect others, and develop self-control. In schools, discipline plays a crucial role in shaping the character and personality of the students. Discipline teaches students punctuality, responsibility, honesty, and obedience. A disciplined student can concentrate better on studies, follow school rules, and maintain good behavior inside and outside the classroom. Discipline also creates a peaceful learning environment where teaching and learning can happen effectively. അച്ചടക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. അച്ചടക്കം മനുഷ്യനെ ശരിയായ വഴിയിൽ നയിക്കുകയും നിയമങ്ങൾ പാലിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സഹായിക്കുന്നു. സ്കൂളുകളിൽ അച്ചടക്കം കുട്ടികളുടെ സ്വഭാവം, വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അച്ചടക്കം പാലിക്കുന്ന കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു. ഇതുവഴി പഠനത്തിനുള്ള നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അച്ചടക്കം എന്നത് ശിക്ഷയല്ല, സ്നേഹത്തോടെയും മാർഗനിർദ്ദേശത്തോടെയും നൽകുന്ന ഒരു നല്ല ശീലത്തെയാണ് യഥാർത്ഥത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൽ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ? അതില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തതായിട്ട് നമുക്ക് as the headmaster so the school. എങ്ങനെയാണോ ഹെഡ് മാസ്റ്റർ അതാണ് സ്കൂൾ എന്നാണ് എല്ലാവരും, അതായത് ഇറ്റ്സ് വെൽ നോൺ സേയിങ്. എല്ലാ അറിവുള്ളവർ പറയുന്നത് as the headmaster so the school. The headmaster plays a vital role in maintaining discipline in a school. As the head of the institution, the headmaster sets an example for teachers and students. His or her behavior, leadership, and decision greatly influence the discipline of the school. The headmaster frames school rules and ensures that they are followed fairly and equally by anyone. He guides teachers on how to handle students with and positive discipline rather than harsh punishment. The headmaster also communicates with parents to solve disciplinary issues effectively. By creating friendly, safe, and disciplined environment, the headmaster helps students develop moral values, respects, and self-discipline. Thus, the headmaster is the backbone of the discipline in a school. സ്കൂളിലെ അച്ചടക്കം നിലനിർത്തുന്നതിൽ ഹെഡ്മാസ്റ്റർ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെഡ്മാസ്റ്റർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ മാതൃകയാവണം എന്നാണ് പറയുന്നത്. അവരുടെ പെരുമാറ്റത്തിലും അവരുടെ നേതൃത്വത്തിലും സ്കൂളിലെ അച്ചടക്കത്തെ വളരെയധികം ബാധിക്കും. ഹെഡ്മാസ്റ്റർ സ്കൂളിലെ നിയമങ്ങൾ രൂപപ്പെടുത്തുകയും അവ എല്ലാവരുടെയും തുല്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ശിക്ഷയ്ക്ക് പകരം നല്ല ഉപദേശവും മാർഗനിർദ്ദേശവും നൽകാൻ അധ്യാപകരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കണം. മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്തി അച്ചടക്കത്തിന്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പരിഹരിക്കുന്നതും ഹെഡ്മാസ്റ്ററിൽ വലിയ പങ്കുണ്ട്. സൗഹൃദപരവും സുരക്ഷിതവുമായ അച്ചടക്കം അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികൾക്ക് നന്മയും ബഹുമാനവും സ്വയം നിയന്ത്രണവും വളർത്താൻ ഹെഡ്മാസ്റ്റർ സഹായിക്കുന്നു. ഇൻ കൺക്ലൂഷൻ, ഡിസിപ്ലിൻ ഈസ് എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ദ ഹെഡ്മാസ്റ്റർ ആസ് എ ലീഡർ പ്ലേസ് എ കീ റോൾ ഇൻ ഗൈഡിംഗ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ടുവേർഡ്സ് പോസിറ്റീവ് ഡിസിപ്ലിൻ ആൻഡ് ഹെൽത്തി സ്കൂൾ എൻവയോൺമെന്റ്. Thank you. Thank you, friends, for listening my seminar. Have any doubts, please ask me. It's clear. A paragraph ഒന്ന് explain ചെയ്യണമെങ്കിൽ അത് ഒന്നുകൂടി പറയാം. ഒന്ന് വായിച്ച് അത് explain ചെയ്യാം. വായിക്കട്ടെ മാം? As a headmaster, so the school. എങ്ങനെയാണോ ഹെഡ്മാസ്റ്റർ അതായിരിക്കും സ്കൂൾ എന്നാണ് ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In fact, the success of bankruptcy of any school system depends upon the personality of the അവിടെ ഓർന്നല്ലല്ലോ മാം വേണ്ടത്, ഓഫ് ആയിരിക്കില്ലേ? Of the headmaster. ഓക്കെ, അതായത് ഒരു സ്കൂളിന്റെ നിർധനത്വം അത് നിർണയിക്കുന്നത് അതിന്റെ സിസ്റ്റംസ് ആയിരിക്കും. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്കൂളിന്റെ സിസ്റ്റമാണ് അതിനെ
മാനദണ്ഡം എന്ന് പറയുന്നത്. ഹി മസ്റ്റ് പോസസ് സം ഫിലോസഫി ഓഫ് ഡിസിപ്ലിൻ ആൻഡ് സീ ദാറ്റ് സ്കൂൾ. അതിനുവേണ്ടി ഒരു ഡിസിപ്ലിന്റെ ഒരു ഫിലോസഫി തന്നെ ഒരു ഹെഡ് മാസ്റ്റർ കൈവശപ്പെടുത്തണം എന്നാണ് പറയുന്നത്. He must have some well-grounded fundamental principles to guide him in his treatment of the general and to serve as a background against which to set each individual case of discipline as it comes before him. അതായത് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ആ കുട്ടികളുടെ ഡിസിപ്ലിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഡിസിപ്ലിൻസിന്റെ ഫിലോസഫി കൈവശപ്പെടുത്തിയിരിക്കണം. She should give an adequate share to the pupils, the management of school affairs. He should organize the corporate life of the school in such a manner that it may provide ample opportunities for the expressions of pupil inclination and the flow of their superfluous energy into worthy and fruitful channels. അതായത് കുട്ടികളുടെ ടീച്ചേഴ്സിനും അതിന്റെ മാനേജ്മെന്റിനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ, അതായത് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും തീരെ റെസ്റ്റ്ലെസ് ആയിട്ട് കളിക്കുന്നതും അതുപോലെ ഒരുപാട് അച്ചടക്ക ലംഘനത്തോടു കൂടി പെരുമാറുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ പണിഷ്മെന്റിന് പകരം, ഹാഷ് പണിഷ്മെന്റിന് പകരം അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ എനർജിയെ ഒരു ഫ്രൂട്ട്ഫുൾ ചാനലിലേക്ക് അവരെ എത്തിക്കുക. അവരെ നല്ല രീതിയിലേക്ക് ആ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ എനർജിയെ നല്ല രീതിയിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടുപോകും. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവരുടെ എനർജിയെ നമുക്ക് വേണമെങ്കിൽ സ്പോർട്സിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതോടൊപ്പം അവരുടെ ബിഹേവിയറിനെ കൂടി നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. Such a measures will surely help him in the smooth functioning of the school as whole and in maintaining the desirable discipline and order in all school activities. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സ്കൂളിനെ വളരെ സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആ പാരഗ്രാഫിലൂടെ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഇല്ല, മനസ്സിലായി. വനജ കേറിയിട്ടുണ്ടല്ലോ, ജോലി ചെയ്തിട്ടുണ്ടല്ലോ വനജ. ഞാൻ ഇന്ന് കേറിണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കയറാനായില്ല മിസ്സേ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാന് പക്ഷെ ഇപ്പൊ എടുക്കാൻ പറ്റിയിരുന്നല്ലോ, ഇവിടെ കുട്ടികളെ നോക്കാൻ ആളാണ്. സൗണ്ട് കുറച്ച് ചിലപ്പോ പ്രശ്നമാവും. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. പിള്ളേരുടെ ആളില്ലേ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. എന്തെങ്കിലും സൗണ്ട് ആയാൽ പ്രശ്നമാവും. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ നോക്കാം. ഓക്കെ. ഇവിടെ നമ്മുടെ മെയിൻ്റനൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിനില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ അരിസ്റ്റോട്ടലിന്റെ ഒരു വേർഡ്സ് അവിടെ കൂടുതൽ എന്താ പറയാ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്തേ, മനസ്സിലാകും. പേജ് നമ്പർ എന്ന് പറയാമോ? പേജ് നമ്പർ 38 ആണ്. 38. ഈ ഒരു പാരഗ്രാഫിൽ ആണോ ഗ്രീക്ക് ആണോ എന്നറിയില്ല. ഗ്രീക്ക് ഫിലോസഫർ എന്നും പറയാം, ഗ്രീക്ക് ഫിലോസഫർ എന്നും പറയാം. കൂടുതൽ എന്താണ് മാച്ച് ആവുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്? ഗ്രീക്ക് ഫിലോസഫർ ആണോ ഗ്രീക്ക് ഫിലോസഫർ ആണോ? ഗ്രീക്ക് ഫിലോസഫർ അല്ല അരിസ്റ്റോട്ടില്? ഗ്രീക്ക് ഫിലോസഫർ ആണ്. അതൊന്ന് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കൂ. ഓക്കെ, സുബിത വായിച്ചോളൂ, റീഡ് ചെയ്തോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. മിസ്സേ അരിസ്റ്റോട്ടലിന്റെ തൊട്ടിട്ടാണോ അതോ ഫസ്റ്റ് വേണോ? അരിസ്റ്റോട്ടലിന്റെ മാത്രം വായിച്ചാൽ മതി. ബാക്കി റസ്മിന് ഇവിടെ റീഡ് ചെയ്തായിരുന്നല്ലോ.
The Greek philosopher Aristotle said, "A nation is not built by mountains and trees, notwithstanding, it is built by the character of its citizen." ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറയണത് ഒരു രാഷ്ട്രം പർവ്വതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ട്രീകൾ കൊണ്ടോ നിർമ്മിതമായതല്ല, അവിടുത്തെ സിറ്റിസന്റെ ക്യാരക്ടർ കൊണ്ടാണ് ഒരു സാമ്രാജ്യം, ഒരു രാഷ്ട്രം പൂർണ്ണമാകുന്നത്. When the citizen of some country could be disciplined, they could be adapt to take their country on the path of the progress. ഒരു രാജ്യത്തെ സിറ്റിസന്റെ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ രാജ്യം പുരോഗതിക്ക് വരുന്നത്. A disciplined person is of a good character and pious by mind, words and actions. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മൈൻഡുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ആളുടെ ക്യാരക്ടർ എപ്പോഴും നല്ല ഗുഡ് ക്യാരക്ടർ ആയിരിക്കും, നല്ല പയസ് വേർഡ്, നല്ല വാക്കുകൾ സംസാരിക്കുന്നവരായിരിക്കും, നല്ല ആക്ഷൻ, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഉള്ള പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻ ദിസ് വേ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫോർ എ നേഷൻ ഓർ ഓൾ സൊസൈറ്റീസ് ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഫാക്ട് ക്യാൻ ബി മെയ്ഡ് ക്ലിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹിസ്റ്ററി ഓൾസോ. ഹിസ്റ്ററി ഈസ് ദ spectator that when some country becomes prey for indiscipline, it has to accept the capacity to external powers. Through discipline, a man and all society of nations are created, alternatives among them. ഒരു എന്താ പറയാ, മനുഷ്യന്റെ ആയാലും ഒരു സമൂഹത്തിന്റെ ആയിട്ടും പുരോഗതിക്ക് ഏറ്റവും എക്സ്റ്റേണൽ പവർ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആയിരിക്കും. In want of this power, precious which result severely, that is its significance is very terrible. In this way, what a man, what a nation and what a society, personality of all is made great by discipline. അതായത് വാട്ട് എ നേഷൻ, ഏത് രാജ്യമായാലും സമൂഹമായാലും അതിന്റെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം എന്ന് പറയണത് ഒരു ഇതിന്റെ അവരുടെ പുരോഗതി എന്ന് പറയുന്നത് ആ ഡിസിപ്ലിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയും തോന്നുന്നുണ്ട് മിസ്സേ. അത് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം അരിസ്റ്റോട്ടിൽ പറയുന്ന വേർഡ്സ് തന്നെയാണ് കേട്ടോ. സുബിത നന്നായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു മാം. ഇതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ പാരഗ്രാഫ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഹെഡ് മാസ്റ്റർ പറയും അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിന്റെ ഒരു പാരഗ്രാഫ് പറയാന്നുള്ള രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തു വന്നത്. വനജ നല്ല രീതിയിൽ ഡിസിപ്ലിനും പറഞ്ഞു. പിന്നെ അത് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. അതായത് ഒരു രാജ്യം എന്ന് പറഞ്ഞാല് അത് നിർമ്മിക്കുന്നത് അവിടെ മലകളും അതുപോലെ തന്നെ മരങ്ങളും അങ്ങനെ കുറെ അധികം പർവ്വത നിരകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒരു രാജ്യം ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയുള്ള ആളുകളുടെ ഡിസിപ്ലിൻ മൂലമാണ്, അല്ലെ? ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആ രാജ്യം പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഗൾഫ് കൺട്രീസ്, അല്ലെ? നമ്മൾ ദുബായില് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ സിംഗപ്പൂരിലെ ഒരു വ്യക്തി വളരെ ലേറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 hour ആ സമയത്ത് അവര് സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾക്കാർക്ക് പോകേണ്ട സിഗ്നൽ വെയിറ്റ് ചെയ്യുന്ന, അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, അവർക്ക് അത് ക്രോസ് ചെയ്ത് പോവാം. പക്ഷെ അവർ ആ ഡിസിപ്ലിൻ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഗ്രീൻ ലൈറ്റ് വരുന്നത് വരെ കാത്തു നിൽക്കുന്ന ഒരു ഷോട്ട് അവരെടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസിപ്ലിന്റെ പവറാണ് അവിടെ കാണിക്കുന്നത്. അവരത് പങ്ക്ച്വൽ ആയിട്ട് അത് കീപ്പ് ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ വെയിറ്റ് ചെയ്ത് ആ ഗ്രീൻ ലൈറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ആ ഗ്രീൻ ലൈറ്റ് വന്നതിന് ശേഷമാണ് അവർ ക്രോസ് ചെയ്ത് പോകുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് ഒരു രാജ്യം പ്രോഗ്രസിലേക്ക് പോകണമെങ്കിൽ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അല്ലെ? ഇപ്പൊ ദുബായ് പോലുള്ള ഒരു നഗരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടാണ്
അവിടെയുള്ള ഭരണകൂടം അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെയുള്ള പൗരന്മാർ അല്ലെ സിറ്റിസൺസ്, അവിടെയുള്ളവരുണ്ട്, നമ്മൾ അതായത് ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അവിടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പോ കറക്റ്റ് ആയിട്ട് ഉള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൂടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ രാജ്യം പുരോഗതിയിലേക്കാണ് നയിക്കുക അല്ലെ. നമ്മൾ അവിടെ ചെന്ന് കണ്ടാൽ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം എത്ര നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് അവിടുത്തെ സിറ്റികൾ അല്ലെ. ഒരു വേസ്റ്റ് പോലെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല അല്ലെ. ഒരു വേസ്റ്റ് പോലെ പോയിട്ടുണ്ടല്ലേ റസ്മിന? അതെ, പോയിട്ടുണ്ട്. ഒരു തുണ്ട് കടലാസ് പോലെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല മാം, ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അതെ അതെ, ഭയങ്കര നീറ്റ് ആയിട്ടാണ്, അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ്. കാരണം ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ സിബ്ര ലൈൻ ഉണ്ടല്ലേ, നമുക്ക് ഇവിടെ വിട്ട് സിബ്ര ലൈൻ, പക്ഷെ നമ്മൾ അതിൽ കൂടെ മാത്രമാണ് കടന്നു പോകുന്നത് അല്ലല്ലേ. നമ്മൾ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യുന്നത്? നമ്മൾ നോക്കും അങ്ങോട്ടും നോക്കും. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് സിബ്ര ലൈനിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പൊ തന്നെ പോലീസ് വരും അവിടെ അല്ലെ. അങ്ങനെയല്ലേ? അതെ അതെ, ഏത് വാഹനങ്ങളാണെങ്കിൽ അവരെന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് കോപ്സ് വരും, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. പെട്ടെന്നാണ് അവിടെ കാര്യങ്ങളൊക്കെ. നിയമത്തിന്റെ കാര്യത്തിലാണ് അവര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ബസ് പോലുള്ള കാര്യങ്ങൾ. അപ്പോ അതിനകത്തൊക്കെ നമ്മൾ ചാർജ് ചെയ്തിട്ടാണ്, ഇത്ര രൂപക്ക് ചാർജ് ചെയ്തിട്ടാണ് സഞ്ചരിക്കുക. കണ്ടക്ടറും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോ ആ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ അപ്പൊ പോലീസ് വന്ന് ഫൈൻ ഇടും 10,000 രൂപ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. വളരെ, അതായത് എന്തെങ്കിലും നമ്മളൊരു അണുവിട തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് വരും, പോലീസ് വരും, കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫൈൻ ഇടും. അപ്പൊ അത്രയും നല്ല രീതിയിൽ ഡിസിപ്ലിൻ ഫുഡിന്റെ കാര്യത്തിലും ഭയങ്കര സേഫാ. ഫുഡിന്റെ കാര്യത്തിൽ ഒരു ദിവസം എക്സ്പയറി ആയ ഒരു സാധനം അതിലുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിന് വരുന്ന നഷ്ടപരിഹാരം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ പോകുന്നത്. അതെ അതെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ആ രാജ്യം പുരോഗതിയിലാണ് അല്ലെ. എത്ര ആളുകളാണ് അവിടെ വരുന്നത് ദിവസം തോറും അല്ലെ, മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ ആ ഒരു അവരുടെ എന്താ പറയാ, അവരുടെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു കൺട്രി തന്നെ ഡെവലപ്ഡ് ആയിട്ട് മാറി. സംസ്കാരം എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടായി അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ എന്താ പറയാ, അവര് നടപ്പിലാക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിലൂടെ അവരുടെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ, കറക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുക. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആദ്യം നന്നാവണം അല്ലെ, നമ്മുടെ ഭരണകൂടം ആദ്യം നന്നായാൽ മാത്രമാണ് നമ്മൾ നന്നാവുക. ആ ഒരു ബോധ്യം വേണം. അവര് നന്നായില്ലെങ്കിൽ നമ്മൾ നന്നാവില്ല അല്ലെ. സ്ട്രിക്റ്റ് ആയിട്ട് നാട്ടിൽ ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ അവിടെ തുപ്പും. അതാണ് നമ്മുടെ നിയമം. ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, 2 ദിവസം നടപ്പിലാകും, 3-ാം ദിവസം വെള്ളത്തിലാവും അല്ലെ. അതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. മിസ്സേ, കഴിഞ്ഞ ദിവസം ഞാൻ റോഡ് സീബ്ര ലൈനിൽ കൂടി ഞാനും മോളും കൂടി ക്രോസ് ചെയ്യണേ. അപ്പൊ സീബ്ര ലൈനിൽ ഇങ്ങനെ കാല് കുത്തിയപ്പോഴേക്കും വണ്ടികൾ വന്നി. അപ്പൊ ഇവളിങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു പോവല്ലേ, വണ്ടി വന്നെന്ന് പറഞ്ഞു. അതെ, സീബ്ര ലൈനിൽ കാല് കുത്തിയ വണ്ടി വരാൻ പാടില്ല എന്നാണ് അർത്ഥം. അത് നമ്മുടെ നാട്ടിൽ നടക്കൂലെന്ന് പറഞ്ഞു. അവള് സീബ്ര ലൈനിൽ പുള്ളിയുടെ അല്ലെ, നമ്മുടെ നാട്ടിലെ സീബ്ര ലൈനിൽ ക്രോസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി പോവും. അതെ, നമ്മളെയും കൊണ്ട് പോകും വണ്ടി. ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അതിൽ കൂടി നോക്കാറുണ്ട്. നമ്മൾ അവിടെ ചെന്ന് എന്ത് സംഭവിക്കണോന്ന് അറിയണമല്ലോ, ഇതിൽ കൂടി ക്രോസ് ചെയ്ത്. പക്ഷെ അവര് നിർത്തൂല, നിർത്താണ്ട് പോവും അവര്. അപ്പൊ നമ്മളവിടെ പതിങ്ങിങ്ങനെ നിൽക്കും. നമ്മൾ ക്രോസ് ചെയ്യില്ല. സീബ്ര ലൈനിലാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യില്ല, അവര് സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ അതൊന്നും നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. വണ്ടി വന്നൊരു കുറച്ച് ദിവസം മുന്നേ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, വൈറലായത്. ആള് തടഞ്ഞത് ഫുട്പാത്തിലൂടെ പോകും. അത് ഭയങ്കരമായിട്ട് വൈറലായി ആ ഒരു സംഭവം. ആ അമ്മൂമ്മയുടെ അവര് പറഞ്ഞത് പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമായി മാറി. അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് വീണ്ടും അതിലെ കൂടെ ആളുകൾ പോകും. അങ്ങനെയാ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാല്. ഓക്കെ,
അതിന് മിസ് ഗേൾസ് നമുക്ക് അവിടെ വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഇടാൻ തോന്നില്ല. അതാണ് മെയിൻ കാര്യം. നമുക്ക് നീറ്റായി കിടക്കണ കാരണം നമുക്കൊന്നും ഇടാൻ തോന്നില്ല. നമുക്ക് വിഷമാവും വല്ലത് ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ അവിടെ ആയതുകൊണ്ട് പറയാൻ പറ്റുന്നത്. ക്ലാസ്സിൽ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അതെ, റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. ഞാൻ ഗൾഫ് കൺട്രീസിൽ ബഹ്റൈനിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ഇവിടെ വേസ്റ്റ് നമുക്ക് ഇടാൻ തോന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ആർക്കും ഇടാൻ തോന്നില്ല. ഇവിടെ നമുക്കൊന്നും ഇടാൻ തോന്നില്ല. ഇട്ട് കിടക്കാണ്ട് എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ ഞാനൊന്നും പറക്കി വല്ല വേസ്റ്റിലിടും. കാരണം അത്രയും നീറ്റായി കിടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ഇടാൻ തോന്നില്ല. അപ്പൊ നമ്മുടെ ഭരണകൂടം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് നന്നാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് നാൾ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോ നമ്മൾ ഡിസിപ്ലിൻ ആവുമെന്ന് തോന്നുന്നു അല്ലേ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് തോന്നുന്നു അല്ലേ? തോന്നില്ല. കുറെ മാറ്റങ്ങൾ വരും. നമ്മുടെ കൾച്ചറിലും നമ്മുടെ എല്ലാത്തിലും നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ 2-3 വർഷത്തോളം പഴഞ്ചൊല്ലില്ല, മുല്ലപ്പൂമ്പൊടി വെച്ച് കിടക്കും കല്ലിന മണ്ട സൗരഭ്യം. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാവും കുറച്ച് നാള് നമ്മള് അവിടെ താമസിച്ചു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെ? അവിടെ കണ്ടിട്ട് ഇവിടെ കാണുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, എന്റെ ഹസ്ബൻഡൊക്കെ ഗൾഫിലാ. അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോ ഇവിടത്തെ ഒന്നും ഇഷ്ടപ്പെടൂല. പൊടി പാടില്ല, സാധനങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം, മറല അങ്ങനെ ഭയങ്കര ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇനി റോട്ടിലേക്ക് ഇറങ്ങിയാലും ഭയങ്കര കുറ്റങ്ങളാണ്. എന്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, ലീവിന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ്, നവംബറിൽ വന്നു ലീവിന്. അപ്പൊ 1 വർഷമാണ് അവിടെ നിന്നിട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോ അവൾക്കൊന്നും പിടിക്കുന്നില്ല, ഇവിടുത്തെ പൊടി പറ്റുന്നില്ല. പിന്നെ എന്താണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാഹനങ്ങള് അങ്ങനെ ക്രോസ് ചെയ്യുമ്പോ പേടി. അതായത് അത്രയും നാൾ ഇവിടെ റോഡ് മുറിച്ച് കടന്നവളാണ്. ഇവിടെ ആ 1 കൊല്ലം അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റോഡ് കടക്കാനായിട്ട് പേടിയുണ്ട്. ഞാൻ അവളും കൂടി ഒരു ദിവസം ഷോപ്പിൽ പോയപ്പോൾ എന്റെ കൈ പിടിച്ച് പതുക്കെയാണ് ക്രോസ് ചെയ്തത്. ഭയങ്കര പേടി. അപ്പൊ കുറെ കാര്യങ്ങളിൽ ഞാൻ വ്യത്യാസം കണ്ടു അവളില്. അപ്പൊ എനിക്ക് തോന്നിയത്, അപ്പൊ എന്നോട് പറഞ്ഞു അവിടെയാണ് നല്ലത്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചേർന്നാൽ മതി. പിന്നെ ഇവിടെ വന്നപ്പോ തുമ്മലും ചുമയൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ എനിക്കതില്ലായിരുന്നു 1 കൊല്ലത്തോളം എന്നോട് പറഞ്ഞു. അപ്പൊ ഇവിടെ രോഗങ്ങൾ കുറവാണ്. പുള്ളിക്കായാലും അസുഖങ്ങൾ കുറവാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നും അസുഖമാണ് ഇവര്. അതെ, കുറെ വ്യത്യാസങ്ങളുണ്ട് അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങളുള്ള അതിനകത്ത് നല്ല രീതിയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രീസിനും അത് പ്രോഗ്രസ് ആണ്, സിറ്റിസൺസിനും പ്രോഗ്രസ് ആണ്, എല്ലാ കാര്യങ്ങളും കൊണ്ട് നല്ലതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാം. ടീച്ചർ ആരാണ് പ്രസന്റ് ചെയ്യുന്നേ? ഞാനാണ് മാം, ആര്യ. Good afternoon, ma'am. Good afternoon, friends. Welcome to our seminar today. I will presenting on teacher. The teacher, in fact, teach the foundation heard in all discipline and character formation. With the good teacher, half the problems of school discipline disappears beside his cleverness and freshness. Every teacher should be information himself. This will be depend on his keen insight, patience, sympathy, love, justice, and impartiality. Hello? Impartiality. These factors serve weight in maintaining discipline and arousal, respect for the teacher's personality. In words of Humayun Kabir, without a good teacher, even the best systems seem bound to fall. With a good teacher, even the defects of system can be largely overcome. അതായത് വാസ്തവത്തിൽ അച്ചടക്കത്തിലും സ്വഭാവ രൂപീകരണത്തിലും ഒരു നല്ല വ്യക്തിയെ രൂപീകരിക്കുക എന്നതാണ് ഒരു അധ്യാപകന്റെ ലക്ഷ്യം. ഒരു സ്കൂൾ അച്ചടക്കത്തിന്റെ പകുതി പ്രശ്നവും അപ്രത്യക്ഷമാവുകയും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും പുതുമയും കൂടാതെ ഓരോ അധ്യാപകനും സ്വയം വിവരമുള്ളവരായിരിക്കണം. അതായത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ഉൾക്കാഴ്ച, ക്ഷമ, സഹാനുഭൂതി, സ്നേഹം,
നീതി, നിഷ്പക്ഷത എന്നിവ ആശ്രയിച്ചിരിക്കും. ഈ ഘടകങ്ങൾ അച്ചടക്കം പാലിക്കുന്നതിനും അധ്യാപക വ്യക്തിത്വത്തോടുള്ള ആദരവ് ഉയർത്തുന്നതിലും മുന്നിട്ട് നിൽക്കുന്നു. അതായത് ഹുമയൂൺ കബീറിന്റെ വാക്കുകളിൽ, നല്ല അധ്യാപകരാണെങ്കിൽ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ പോലും, നല്ല അധ്യാപകരുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ പോരായ്മകൾ പോലും വലിയ തോതിൽ മറികടക്കാൻ സാധിക്കും. അതായത് നല്ല ഒരു അധ്യാപകരുണ്ടെങ്കിൽ ഏത് സ്കൂളിലും ഏത് പ്രതിസന്ധികളും മുന്നിട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. ഒരു അധ്യാപകന് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ക്ഷമ വേണം, സഹാനുഭൂതി വേണം, സ്നേഹ, നീതി, നിഷ്പക്ഷത എന്നിവ ആശ്രയിച്ചിരിക്കും. എല്ലാ കുട്ടികളോടും ഒരുപോലെ നമ്മൾ ഇടപെടുകയും എല്ലാ കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണുകയും വേണം. ഞാൻ ഒരു ഡെഫിനിഷൻ പറയാം ടീച്ചറിന്റെ. ദ ടീച്ചർ ഈസ് എഡ്യൂക്കേറ്റർ who helps students acquire knowledge, competence or virtue typically in school, college, university setting. സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിവ്, കഴിവ് അല്ലെങ്കിൽ സദ്ഗുണം എന്നിവ നേടിക്കൊടുക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് അധ്യാപകന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറയാം. ആദ്യമായിട്ട് പറയുന്നത് ലെസൺ പ്ലാനിങ്, ഒരു പാഠ്യ പദ്ധതി ആസൂത്രണം ചെയ്യാം. അതായത് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് comprehensive educational programs and lesson plans with the meet curriculum standards. അതായത് സമഗ്രമായ വിദ്യാഭ്യാസ പരിപാടികളും പാഠ്യപദ്ധതികളും രൂപകൽപ്പന ചെയ്യണം. അതൊക്കെ ഒരു അധ്യാപകന്റെ റോൾസ് ആണ്. നെക്സ്റ്റ്, ഇൻസ്ട്രക്ഷൻ ഡെലിവറി, അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കണം. Utilize varied teaching techniques and audio visualized aids to promote interactive, engaging learning. അതായത് വേദനാത്മകവും സംവേദനാത്മകവും ആകർഷകമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വൈവിധ്യമാർന്ന പഠന സാങ്കേതിക വിദ്യകളും ഓഡിയോ വിഷ്വൽ സഹായങ്ങളും ഉൾപ്പെടുത്തുന്നു. മാം, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? എക്കോ ഉണ്ടോ? എനിക്ക് എക്കോ വരുന്നുണ്ടേ, അതുകൊണ്ട് ചോദിച്ചേ. നെക്സ്റ്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, അതായത് വിലയിരുത്തുക. അത് ഒരു കുട്ടിയെ നമുക്ക് വിലയിരുത്താം. ഫസ്റ്റ് വൺ, ഗ്രേഡിംഗ് ടെസ്റ്റ്, ഇവാലുവേറ്റിംഗ് അസസ്മെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, ട്രാക്ക് സ്റ്റുഡൻസ് പ്രോഗ്രസ്. അതായത് അവരെ എങ്ങനെ വിലയിരുത്താം? പരീക്ഷകൾ നടത്തി, അതുപോലെ തന്നെ അസൈൻമെന്റുകൾ നോക്കി, പിന്നെ അവരുടെ എക്സാമിന്റെ റിസൾട്ടൊക്കെ നോക്കി ഒരു കുട്ടിയുടെ നമ്മുടെ പഠനം നമുക്ക് അവരെ അസസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, അതായത് വ്യക്തിഗത നിർദ്ദേശം. പ്രൊവൈഡിങ് personalized attention to support diverse to learning spend and styles. അതായത് വൈവിധ്യമാർന്ന പഠന വേഗതയും ശൈലികളെയും പിന്തുണയ്ക്കുന്നതിന് വ്യക്തിഗത ശ്രദ്ധ നൽകുന്നു. അതായത് നമ്മൾ ഒരു അധ്യാപകൻ ഇത്രയും കാര്യങ്ങൾ ഒരു കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്കൂളിലെ മികച്ച അധ്യാപകനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കണക്കാക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, 10ല് മാത്സ് പഠിപ്പിച്ച്. അദ്ദേഹം ഇപ്പം 8:30 എന്നുള്ള ടൈം ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് വെക്കും അദ്ദേഹം. ചിലപ്പം 4 മണി കഴിഞ്ഞ് നമുക്ക് സ്പെഷ്യൽ എല്ലാ കുട്ടികൾക്കും, അത് പ്രത്യേകിച്ച് ഇച്ചിരി പുറമോട്ട് ഇരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ടൈം അവരെ കെയർ ചെയ്ത് പഠിപ്പിച്ച്, അതുപോലെ നല്ല ക്ഷമയും അത് നല്ലതായിട്ട് പഠിപ്പിച്ച് അദ്ദേഹം അത് ഫുൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് സ്പെഷ്യൽ ക്ലാസ് അതും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാറിന് എന്തോ, പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം ഞങ്ങൾക്ക് 100% വിജയമായിരുന്നു. അങ്ങനെ ശാസ്ത്ര മത്സരത്തിലും ഗണിത മത്സരത്തിലും അങ്ങനെ സ്പോർട്സിലും എല്ലാത്തിലും അദ്ദേഹം നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നു. ഞങ്ങൾ 3 വർഷം അടുപ്പിച്ച് ഓവറോൾ കിരീടം വാങ്ങിച്ചു. സ്കൂളിൽ മികച്ച അധ്യാപകനായിട്ട് അദ്ദേഹം മാറി. ഞങ്ങൾ 10th കഴിഞ്ഞ് +1 പോയപ്പം അദ്ദേഹം ട്രാൻസ്ഫർ ആയി, പ്രമോഷനായിട്ട് +1 വേറെ സ്കൂളിലോട്ട് പോയി. പക്ഷെ ആ വർഷം മുതൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് 100% 90% മാറി റിസൾട്ട് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്കൂളിലെ ഏറ്റവും മികച്ച ഒരു നെടുന്തൂണെന്ന് പറയാൻ പറ്റുന്ന അദ്ദേഹത്തെ പറയാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇപ്പം ഈ ടീച്ചർ എന്നുള്ള ടോപ്പിക്ക് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെയാണ് ഓർക്കുന്നത്. ഇത്രയേ ഉള്ളൂ മാം. Bring us to the end of our seminar. Thank you
for all time and attention today. Once again, thank you, ma'am, and thank you, friends. Have a great day. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. മാം കുഞ്ഞ് ഉറങ്ങുവാണേ, അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഓൺ ആക്കിയത് കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല മാം. എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? ഓക്കെ അമ്മ. ഇവിടെ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന വ്യക്തി ഒരു വാചകം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. വേർഡ് അല്ല, സെന്റൻസ്. വിത്തൗട്ട് ഗുഡ് ടീച്ചേഴ്സ് ഈവൻ ദ ബെസ്റ്റ് ഓഫ് സിസ്റ്റം ഇസ് ബൗണ്ട് ടു ഫോൾ. അല്ലെ? എന്താണ്? വിത്ത് ഗുഡ് ടീച്ചേഴ്സ് ഈവൻ ദ ഡിഫെക്റ്റ് ഓഫ് സിസ്റ്റം ക്യാൻ ബി ലാർജ്ലി ഓവർകം. നല്ല ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എന്താ പറയാ, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്ഡേഷൻ അല്ലെങ്കിൽ കൂടിയും നമുക്ക് ആ സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ടീച്ചേഴ്സിന് സാധിക്കും എന്നാ പറയുന്നത്. നല്ലൊരു പേര് കൊടുക്കാൻ, സ്കൂളിന് നല്ലൊരു പേര് കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കും. മാം, അദ്ദേഹം പറയുന്നത് ഒരു നല്ല അധ്യാപകൻ ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ പോലും വീഴും. നല്ല അധ്യാപകരുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ പോരായ്മകൾ പോലും വലിയ തോതിൽ മറികടക്കാൻ കഴിയുമെന്നാണ് ഹുമയൂൺ പറയുന്നത്. അതെ, നല്ല ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം പരാജയപ്പെടാം അല്ലെ. സിസ്റ്റം ഫെയിലിയർ എന്ന് വരുമല്ലോ, നമ്മളിപ്പോ ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് കേൾക്കുന്ന വാക്കാണല്ലേ സിസ്റ്റം ഫെയിലിയർ. ഇല്ലേ? വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഈ അടുത്ത് കത്രിക കുടുങ്ങിയ സംഭവം ഉണ്ടായിരുന്നല്ലേ, അപ്പൊ പറഞ്ഞു സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കേട്ടിട്ടുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും സിസ്റ്റം ഫെയിലിയർ ആണെന്നാണ് പറയാ. അപ്പൊ ഇവിടെ നല്ലൊരു അധ്യാപകൻ ഇല്ലെങ്കിൽ സിസ്റ്റം പരാജയപ്പെട്ടേക്കാം അല്ലെ. ഇനി നല്ലൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ എന്താണ്, സിസ്റ്റത്തിലെ പരാജയങ്ങൾ പോലും മറികടന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളുടെ മോഡലാണ്. കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷന് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു ടീച്ചറെയാണ് കാണുന്നത്. മാനേജ്മെന്റിന്റെ ആണ് സ്കൂളെങ്കിൽ, ഇപ്പൊ മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, മാനേജ്മെന്റ് ആണ് ഭരിക്കുന്നതെങ്കിൽ കൂടിയും ടീച്ചറാണ് അവരുടെ ഓവറോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ടീച്ചേഴ്സ് ആണ്. ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ട് അല്ലെ, ഒരു സൂപ്പർവൈസർ ആയിട്ട് ഒരു മേൽനോട്ടക്കാരിയായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അവർക്കാണ് അധികാരമുള്ളത് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മിങ്കിൾ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ടീച്ചേഴ്സുമായിട്ടല്ലേ? യെസ്, ടീച്ചേഴ്സുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷൻ, ടീച്ചർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണോ, അതാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്. ഓരോ കുട്ടിയെയും ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ വാർത്തെടുക്കുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ട റോളാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ പാർട്ട് 4 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. മാണിക്കക്കല്ല് എന്ന് പറയുന്ന സിനിമ അല്ലെ. അതിനകത്ത് ഒരു ബെസ്റ്റ് ടീച്ചറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ മറികടന്നിട്ടുള്ള വ്യക്തിയാണ് അതിനകത്തിലെ നായകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അല്ലെ, പൃഥ്വിരാജ്. അപ്പോ ആ ഒരു ടീച്ചറെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എന്താ പറയാ, കുറെ അധികം ആളുകൾ എന്ത് ചെയ്യുന്നത്, അതായത് നല്ലൊരു രീതിയിലേക്ക് ആവുന്നു. കുറെ സ്റ്റുഡൻസ് നല്ല മാർക്ക് കൂടി പാസ് ഔട്ട് ആവാനും ആളുകൾ അതൊക്കെ അറിയാനും അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ടീച്ചിങ് മെത്തേഡ്സ് ബിനിഷയാണല്ലേ ചെയ്യാന്ന് പറഞ്ഞത്. ബിനിഷ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ടീച്ചിങ് മെത്തേഡ്സ്. മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഫുൾ നെയിം ആര്യ മന്മഥൻ എന്നാണ്. ആര്യ വിനു മെയിലാണ്, ഹസ്ബൻഡിന്റെ നെയിമാണ്. അതെ, ആര്യ മന്മഥൻ എന്നാണ്. ഏത് ബാച്ചാണ് ആര്യ? 14. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ബിനിഷ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് പറയണോ? ടീച്ചിങ് മെത്തേഡ്സ് പറയണോ?
അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്താൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി മിസ്. ഓക്കെ. പിന്നെ മിസ് എൻ്റെ പേരും വിക്ടോറിയ സിൻസി എന്നാണ് കേട്ടോ. ഞാനിപ്പോൾ സെമിനാർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. വിക്ടോറിയ സിൻസി, VICT. ഓക്കെ. ഏതായിരുന്നു ടോപ്പിക്? ഏതായിരുന്നു? സ്കൂൾ എൻവയോൺമെന്റ് ആണോ? അതെ അതെ, എ ഗുഡ് സ്കൂൾ എൻവയോൺമെന്റ്. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. 13 ബാച്ച് അല്ലേ? വൈവ കഴിഞ്ഞായിരുന്നോ? ഇല്ല, നാളെയാണ് വൈവ. എനിക്ക് ആരുടെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്? മിൽഡ്രോസ് മിസ്. മിൽഡ്രോസ് മിസ് അല്ലേ? Good afternoon, Miss, and good afternoon, my dear friends. Today I am presenting a seminar about the topic A Good School Environment. Introduction. The core philosophy. The third teacher. In Montessori education, the environment is internally designed to എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ മിസ്? എന്തൊക്കെ അല്ലേ? ചെറുതായിട്ട്. ഞാൻ ക്യാമറ ഓഫ് ചെയ്തോട്ടെ. ഞാനിത് എനിക്ക് സ്ഥലമില്ല. The third teacher. In Montessori education, the environment is internally designed to support the children's natural desire to learn. Unlike traditional classroom where the teacher is the focal point, there the environment facilitates independence. Self-correction. Materials are designed so children can see their own mistakes without a teacher pointing them out. Freedom within limits. Students choose their work but must follow the ground rules of the community. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൽ കുട്ടിയുടെ സ്വാഭാവികമായി പഠിക്കാനുള്ള ആഗ്രഹത്തെ പിന്തുണയ്ക്കുന്നതിനായിട്ടുള്ള ക്ലാസ് റൂമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അധ്യാപകൻ കേന്ദ്രബിന്ദുവായ പരമ്പരാഗത ക്ലാസ് റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ക്ലാസ് റൂം സ്വാതന്ത്ര്യത്തെ സഹായിക്കുന്നു. സ്വയം തിരുത്തൽ. ഒരു അധ്യാപകൻ ചൂണ്ടിക്കാണിക്കാതെ തന്നെ കുട്ടിക്ക് സ്വന്തം തെറ്റുകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് മെറ്റീരിയലുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ബ്രൗൺ സ്റ്റെയറിൽ കൺട്രോൾ ഓഫ് ഇറർ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവർ ചെയ്ത തെറ്റ് സ്വന്തമായി തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. പരിധിക്കുള്ളിൽ സ്വാതന്ത്ര്യം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജോലികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ സമൂഹത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കുകയും വേണം. Core pillars of a Montessori environment. A high quality Montessori classroom is built on several specific physical and psychological pillars. First one, order and structure. Everything has a specific place. Materials are arranged from simplest to most complex and from left to right. Beauty and simplicity. Environment should be bright, warm and inviting. Montessori advocate for uncultural space with natural colors to prevent sensory overload. Nature. The use of wood materials, glass and living plants instead of plastic. Nature should be accessible without windows or outdoor work areas. Mixed age grouping. Usually 3-year cycle. This allow younger children to learn from older peers and older children to reinforce their knowledge by mentoring. മോണ്ടിസോറി പരിസ്ഥിതിയുടെ കാതലായ തൂണുകൾ. ഉയർന്ന നിലവാരമുള്ള ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിരന്തരമായി പ്രത്യേക ശാരീരികവും മാനസികവുമായ തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് വൺ, ക്രമവും ഘടനയും. എല്ലാത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വസ്തുക്കൾ ഏറ്റവും ലളിതവും മുതൽ ഏറ്റവും സങ്കീർണമായത് വരെയും ഇടതു നിന്ന് വലത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്നു. സൗന്ദര്യവും ലാളിത്യവും. പരിസ്ഥിതികൾ ശോഭയുള്ളതും ഊഷ്മളവും ക്ഷമിക്കുന്നതുമായിരിക്കണം. സെൻസറി ഓവർലോഡ് തടയുന്നതിന് നിഷ്പക്ഷ നിറമുള്ള
അലങ്കോലമില്ലാത്ത ഇടങ്ങൾക്കായി മോണ്ടിസോറി വാദിച്ചു. പ്രകൃതി, പ്ലാസ്റ്റിക്കിന് പകരം മരം, ലോഹം, ഗ്ലാസ്, ജീവനുള്ള സസ്യങ്ങൾ എന്നിവയുടെ ഉപയോഗം ജനലുകളിലൂടെയോ പുറത്തെ സ്ഥലങ്ങളിലൂടെയോ പ്രകൃതിയിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. മിശ്രപ്രായ വിഭജനം, സാധാരണയായി 3 വർഷത്തെ സൈക്കിളുകളാണ് ഉള്ളത്. ഇത് ഇളയ കുട്ടികൾക്ക് മുതിർന്ന സമപ്രായക്കാരിൽ നിന്ന് പഠിക്കാനും മുതിർന്ന കുട്ടികൾക്ക് നിർദ്ദേശം നൽകി അവരുടെ അറിവ് ശക്തിപ്പെടുത്താനും അനുവദിക്കുന്നു. The physical design. If you were walking through a good Montessori school, you should notice the specific features. First one, child size furniture. Allow the child to move, sit and work comfortably without help. Low opening shelf. Makes materials accessible, encouraging freedom of choice. Defined work areas. Specific zone for practical life, sensorial, maths, language and culture. Floor mat and tables. Give children the choice of to work there they feel most comfortable. കുട്ടികളുടെ വലിപ്പത്തിലുള്ള ഫർണിച്ചറുകൾ. ഇത് കുട്ടികളെ പരസഹായമില്ലാതെ സുഖകരമായി ചലിക്കാനും ഇരിക്കാനും വർക്ക് ചെയ്യാനും അനുവദിക്കുന്നു. താഴ്ന്ന തുറന്ന ഷെൽഫുകൾ. കുട്ടികൾക്ക് അവരുടെ മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മെറ്റീരിയലുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. നിർവചിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ. പ്രായോഗിക ജീവിതം, ഇന്ദ്രിയം, ഗണിതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്കുള്ള പ്രത്യേക മേഖലകൾ ഉണ്ടായിരിക്കും. ഫ്ലോർ മാറ്റുകളും മേശകളും. കുട്ടികൾക്ക് ഏറ്റവും സുഖകരമായി തോന്നുന്ന സ്ഥലത്ത് അവരുടെ വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. റിയൽ മെറ്റീരിയൽസ്. യൂസിങ് ബ്രേക്കബിൾ ഗ്ലാസ് ഓർ സെറാമിക് ടീച്ചേഴ്സ് ഡെഡിക്കേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് നാച്ചുറൽ കോൺസിക്വൻസ്. യഥാർത്ഥ വസ്തുക്കൾ, അതായത് പൊട്ടാവുന്ന ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് വസ്തുക്കൾ കൊണ്ടുള്ള ഉപകരണങ്ങളായതുകൊണ്ട് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാനും സ്വാഭാവിക പരിഗണന ഫലങ്ങളും പഠിപ്പിക്കുന്നു. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും പഠിപ്പിക്കുന്നു. The role of a guide. In this environment, the teacher is not a lecturer, but they are a dynamic link between the child and the materials. Observation. The teacher spend most of their time watching to see which sensitive periods a child is entering. Non-invention. If a child is concentrating deeply, the teacher does not interpret even to praise them. അധ്യാപകന്റെ പങ്ക്. മോണ്ടിസോറി മെത്തേഡിൽ അധ്യാപകൻ ഒരു പ്രഭാഷകനല്ല, അവർ കുട്ടിക്കും പഠന സാമഗ്രിക്കും ഇടയിലുള്ള ഒരു ചലനാത്മക കണ്ണിയാണ്. നിരീക്ഷണം. ഒരു കുട്ടി ഏതൊക്കെ സെൻസിറ്റീവ് പീരീഡുകളിലൂടെ പ്രവേശിക്കുന്നുവെന്ന് കാണാൻ അധ്യാപകൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇടപെടാതിരിക്കൽ. ഒരു കുട്ടി ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ അധ്യാപകൻ തടസ്സപ്പെടുത്തുന്നില്ല. അവനെ പ്രശംസിക്കാൻ പോലും അധ്യാപകൻ അവനെ തടസ്സപ്പെടുത്താറില്ല. Conclusion. The goal of the environment. The ultimate goal of a Montessori environment is normalization. This is the state where a child becomes disciplined, happy, and incredible forced because they are arranged in work that needs their developmental needs. മോണ്ടിസോറി പരിസ്ഥിതിയുടെ ആധ്യാത്മിക ലക്ഷ്യം നോർമലൈസേഷൻ ആണ്. ഒരു കുട്ടി തൻ്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജോലിയിൽ ഏർപ്പെടുന്നതിൽ അച്ചടക്കമുള്ളവനും സന്തോഷവാനും ആത്മവിശ്വാസമുള്ള വിധം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനും ആയിത്തീരുന്ന അവസ്ഥയാണിത്. Every school should make its calendar at the beginning of a new school section, giving a clear idea of the aim, the course of study, administrative rules and regulations, as well as the plans of curriculum and co-curriculum activities of the institution. Along with this, the school environment should be made as a
to learn and studies as possible. Beside a precious building and well-maintained play field, the schools should also be provided with sufficient library and reading rooms facilities. In fact, a proper school atmosphere contribute generally to shape the education which our children receive and to the maintenance of serious discipline and adjustment so essential in a democracy. ഓരോ സ്കൂളും പുതിയ സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കലണ്ടർ തയ്യാറാക്കണം. അത് അവരുടെ ലക്ഷ്യങ്ങൾ, പഠന കോഴ്സുകൾ, ഭരണപരമായ നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപനത്തിന്റെ പാഠ്യോത്തര പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകണം. ഇതോടൊപ്പം സ്കൂൾ അന്തരീക്ഷം പഠനത്തിന് കഴിയുന്നത്ര സഹായകരമാകണം. വിശാലമായ കെട്ടിടവും നന്നായി പരിപാലിക്കുന്ന കളിസ്ഥലങ്ങളും കൂടാതെ സ്കൂളുകൾക്ക് മതിയായ സൗകര്യങ്ങളും നൽകണം. ലൈബ്രറി, വായനശാല സൗകര്യങ്ങൾ, നല്ല സ്കൂൾ സൗകര്യങ്ങൾ, ശരിയായ സ്കൂൾ അന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നതിനും ഒരു ജനാധിപത്യത്തിൽ അത്യാവശ്യമായ യാഥാർത്ഥ്യ അച്ചടക്കവും ക്രമീകരണവും നിലനിർത്തുന്നതിനും വളരെയധികം സംഭാവന ചെയ്യുന്നു. താങ്ക് യു മാം ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. മിസ് മ്യൂട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല. അപ്പോ പേര് പോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് സ്കൂളുകൾ. എല്ലാ സ്കൂളുകളും സ്കൂള് ടൈം, അതായത് സ്കൂളിന്റെ ബിഗിനിങ്ങിൽ, അതായത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ സ്കൂൾ കലണ്ടർ റെഡിയാക്കണം എന്നാണ് പറയുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കൂൾ കലണ്ടറിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം, അതായത് സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, കോഴ്സ് ഓഫ് സ്റ്റഡി, പിന്നെ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ പ്ലാൻസ്, കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് പ്ലേ ഫീൽഡ്, അതുപോലെ തന്നെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് മെറ്റീരിയൽസ്, പിന്നെ റീഡിംഗ് റൂം ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഗുഡ് സ്കൂൾ പ്രോപ്പർട്ടീസ്, അതുപോലെ അറ്റ്മോസ്ഫിയർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിലുള്ളൊരു സ്കൂള് വർക്കിംഗ് ആവുള്ളൂ, അല്ലെങ്കിൽ റണ്ണിങ്ങിൽ പോവുള്ളൂ. ഓക്കെ. ഏതൊരു സ്ഥാപനമായാലും, അത് സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമായാലും, അവിടെ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം, അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യാനും കുട്ടികൾക്ക് പഠിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ കുട്ടികളും അവിടെയുള്ള ടീച്ചേഴ്സും നിലനിൽക്കുക. അങ്ങനെയല്ലേ? നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് അല്ല അവിടെ നിന്ന് തരുന്നതെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ആ ജോലി ഉപേക്ഷിച്ചു പോരും, അല്ലെ? എത്ര നല്ല സാലറി കിട്ടുന്നു പറഞ്ഞാലും നമ്മൾ നിൽക്കില്ല. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് സാഹചര്യം എവിടെ ഉണ്ടായിരിക്കണം? സ്കൂളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എന്നാലേ പഠിപ്പിക്കാൻ തോന്നും. നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി വേറെ ആരുമില്ലല്ലോ ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്? ഹസീന കേറി. അടുത്ത ക്ലാസ്സിൽ ചെയ്യാട്ടോ ഹസീന, നമുക്ക് ടൈമില്ല ഇപ്പൊ ചെയ്യാനായിട്ട്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ? അല്ല മാം, അത് ഞാനാ. അത് സനഷയാണ് അല്ലെ? സെൽഫ് ഗവൺമെന്റ് സ്കൂളാണ് ഹസീന അല്ലെ? ഓക്കെ. അപ്പൊ ഇനി ആരൊക്കെയാണ് ചെയ്യുന്നത്? അടുത്ത ക്ലാസ്സിൽ സെമിനാർ ചെയ്യുന്നത് രണ്ടുപേരും എന്തായാലും ചെയ്യും. വേറെ ആരൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ടോപ്പിക് തരട്ടെ. സുബിത പോയോ? സുബിത മിസ്സേ, ഞാൻ വൈവയുടെ സമയത്ത് സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ജിഷ മാം ആയിരുന്നു. ആ ഓക്കെ. ടീച്ചറെ ഞാൻ പ്രസന്റ് ചെയ്യാം, എനിക്ക് ടോപ്പിക്ക് തന്നാൽ മതി. കോർഡിനേഷൻ മാനേജ്മെന്റ് കേട്ടോ. കോർഡിനേഷൻ മാനേജ്മെന്റ് ശുഭ. ഓക്കെ ടീച്ചർ. മിസ് ഞാൻ ആ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ തന്നെ എടുക്കാം അല്ലേ? ആ ഓക്കെ ഓക്കെ, അതെടുത്താൽ മതി. Then coordination of co-curricular activities ആരാ ചെയ്യുന്നേ? Coordination of co-curricular activities ആര്യ കെ പി. Control of coordination. Control of coordination ആരാ ചെയ്യാം? മിസ്സേ ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തായാലും PGM എക്സാം ഒക്കെ വരുമല്ലോ, അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ചെയ്തോളൂ. ഒരു ടോപ്പിക്കും കൂടി തരാം. എലമെന്റ്സ് ഓഫ് കോർഡിനേഷനും ഫേസ് ഓഫ് കോർഡിനേഷനും രണ്ടും വളരെ ചെറിയ ടോപ്പിക്കാണ്. ആരാ ചെയ്യാം? എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ ആൻഡ് ഫേസ് ഓഫ് കോർഡിനേഷൻ. ഞാൻ അതും കൂടി എടുക്കാം. പക്ഷെ പറഞ്ഞ ദിവസം എനിക്ക് കയറാൻ പറ്റുമെന്ന് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. അതെ അല്ലേ? വേറെ ഞാൻ ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ? കയറുന്നുണ്ടെങ്കിൽ ഞാനും അതുകൂടി എന്തായാലും നോക്കാം. വനജ അല്ലേ? ഓക്കെ നോക്കാം നമുക്ക്. എനിക്ക് ഇത്രയും ഇവിടെ ഈ കാര്യങ്ങളൊന്നും ഓഫീസിലാവുമ്പോ പിന്നെ ഞാൻ അതാണ് ഇവിടെ നമുക്ക് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഇംഗ്ലീഷുകാരും ഒക്കെ. അപ്പൊ അതാണ് മിനിഞ്ഞാന്ന് മിസ്സിന്റെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റില്ല, മാത്രമേ വരുള്ളൂ. ഞാൻ എന്തായാലും ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ. മെയിൻ എക്സാമിന്റെ സമയത്ത് PG ക്ലാസ് ഉണ്ടാവോ? മെയിൻ എക്സാമിന്റെ സമയത്ത് PG ക്ലാസ്സിന് മുടക്കമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. മറ്റുള്ള ബാച്ചുകൾക്കൊക്കെ മെയിൻ എക്സാം നടക്കുന്ന സമയത്ത് PG ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.